Hi friends, Jenny's vlogലേക്ക് കൂട്ടുകാർക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് തയ്യാറാക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഈവനിംഗ് സ്നാക്ക് ആയിട്ടോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സ്റ്റീം ചെയ്തെടുക്കുന്ന ഒരു പലഹാരത്തിന്റെ റെസിപ്പിയാണ്. സിമ്പിൾ ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ വരുന്ന ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഫ്യൂച്ചറിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമേ നമുക്കൊരു ഡോ തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു 2 കപ്പ് മൈദ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ മൈദയിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനൊപ്പം 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് ആവശ്യത്തിന് വെള്ളം കുറേശ്ശെയായിട്ട് ചേർത്ത് ഈ മാവ് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ഇതിൽ ഒരു ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്നതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് കുഴച്ചെടുക്കാം. ആവശ്യത്തിന് കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് നല്ല മയത്തിൽ കുഴിച്ചെടുക്കാം. ഇപ്പം ഞാൻ ഇവിടെ മാവ് കുഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ടീസ്പൂൺ എണ്ണയൊന്ന് തടവി നമുക്ക് ഇത് ഒരു അരമണിക്കൂർ നേരത്തേക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിനൊരു ഫില്ലിങ് തയ്യാറാക്കണം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി കഴിയുമ്പം അതിലേക്ക് 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ഉഴുന്ന് ഇതിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറുതായിട്ടരിഞ്ഞ ഇഞ്ചി ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഇതിലേക്ക് 1 സവാള ചെറുതായിട്ടരിഞ്ഞത്, 1 പച്ചമുളക് നടുവേ കീറിയത് അതും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ചതച്ച വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പിലയോടെ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഞാനിവിടെ ഒരു 2 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം വെജിറ്റേറിയൻ മാത്രം മതിയെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് മാത്രം ചേർത്ത് കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ചിക്കനോ അല്ലെങ്കിൽ മുട്ടയോ ഒക്കെ നമുക്ക് ഇതിന് ഫില്ലിങ്ങായിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി അതൊന്ന് നന്നായിട്ട് ലേശം വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അത് നമ്മുടെ ഈ മസാല നല്ല ഒരു സോഫ്റ്റായിട്ട് വരുന്ന കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തും തണുക്കാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഇത് നമ്മൾ ആദ്യമേ കുഴച്ച് വെച്ചിരിക്കുന്ന മൈദ എടുത്ത് ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇതിനെ നമുക്ക് പരത്തിയെടുക്കാനുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ മൈദ മൊത്തം ചെറിയ ബോൾസ് ആക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിത് ചപ്പാത്തിയൊക്കെ പരത്തിയെടുക്കുന്നതിൻ്റെ നമുക്ക് പരത്തിയെടുക്കാം. അതിനു വേണ്ടി നമുക്ക് ചപ്പാത്തി പലകയിലേക്ക് പൊടിയിട്ട് നന്നായിട്ട് കുറച്ച് തിന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ചപ്പാത്തിയൊക്കെ പരത്തുന്നതിൻ്റെ ഷേപ്പായിട്ടൊന്നും വേണമെന്നില്ല. ഞാനിവിടെ സ്നാക്സും സീഡ്സും ഒക്കെ തയ്യാറാക്കിയെടുക്കുന്ന ഒരു മേക്കർ എടുത്തിട്ടുണ്ട്. എൻ്റെ ഈ ഡിസൈനിലുള്ളതാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ വെച്ച് നമുക്ക് ഈ മാവ് ഇതിലേക്ക് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനുള്ളിലേക്ക് ഇപ്പം ഫില്ലിങ് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് ഒന്ന് അടച്ച് ബാക്കി വരുന്ന മാവ് നമുക്ക് അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. ബാക്കി വരുന്ന മാവ് നമുക്കങ്ങ് ഒന്ന് മാറ്റാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കൈ വെച്ച് തന്നെ നമുക്ക് ഈ മോമോസൊക്കെ തയ്യാറാക്കി എടുക്കുന്നതിനോട്ട് നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതുള്ളത് കൊണ്ട് ഞാൻ ഈ ഒരു ഷേപ്പിലാണ് ഞാൻ എടുക്കുന്നത്. അപ്പം ആ ബാക്കിയിരിക്കുന്ന മാവ് നമുക്ക് ഇതേപോലെ വെച്ച് ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇത് മൊത്തം ഇങ്ങനെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഞാനിത് സ്റ്റീം ചെയ്താണ് എടുക്കുന്നത്. ഇതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എണ്ണ ഒഴിച്ച് ഫ്രൈ ചെയ്തും ഇതേപോലെ തന്നെ എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് എണ്ണയൊക്കെ അധികം ഉപയോഗിക്കാതിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ നമുക്കിത് സ്റ്റീം ചെയ്തെടുത്താൽ മതി. അതിനുവേണ്ടി ഞാൻ അപ്പച്ചെമ്പ് വെച്ച് വെള്ളം തിളച്ച് കഴിഞ്ഞപ്പോൾ ഇത് സ്റ്റീമറിലേക്ക് ഞാൻ വെക്കുവാണ്. അപ്പോൾ ഞാനിവിടെ അപ്പച്ചെമ്പിലാണ് വെക്കുന്നത്. അപ്പം ആവശ്യത്തിനുള്ളത് ഒത്തിരി അമക്കി കുത്തി നിറച്ച് വെക്കണ്ട, കുറച്ച് സ്പേസൊക്കെ ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ആവി കയറാൻ വേണ്ടി ഇട്ടും വെച്ച് നമുക്കിത് അടച്ച് വെച്ചൊരു 10 മിനിറ്റ് നേരം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് കഴിയുന്നതന്നെ നമ്മുടെ ഈ പലഹാരം നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇത് ഞാനിത്
ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെയാണ് ഉപയോഗിക്കുന്നത്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക്